ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ബിരിയാണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ വഴിയില്ല. കാരണം ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയായിരുന്നേ. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഒരു 3-4 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിൻ്റെ റെസിപ്പി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനതിനൊരു പേരിട്ടു. ചാനലിൻ്റെ പേര് തന്നെ ബിരിയാണി. നമുക്കത് ചെയ്ത് നോക്കാം. ഒരു 450 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാം. അതിനുവേണ്ടി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ്. കുരുമുളകും ഉപ്പും മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളകും 450 ഗ്രാം ചിക്കനാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരളവ് കിട്ടാൻ വേണ്ടി ഞാൻ കറക്റ്റായിട്ട് ഈ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കിട്ടണം. നമ്മളിത് വറ്റിച്ചെടുക്കണം കേട്ടോ. കഴുകി സാധാരണ പോലെ തന്നെ സോക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 2 പേസ്റ്റ് റെഡിയാക്കണം കേട്ടോ. 2 തരം. ആദ്യത്തെ പേസ്റ്റിന് 1 തുടം വെളുത്തുള്ളി, അത്യാവശ്യം മരുള്ള ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-8 ചെറുള്ളി. പിന്നെ കാശ്മീരി ചില്ലിയാണ്, ഡ്രൈ ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ഇല്ലെങ്കിൽ സാധാ ഡ്രൈ ചില്ലി ആണെങ്കിലും നമുക്ക് ഇവനൊന്ന് പേസ്റ്റാക്കി മാറ്റണം. കുറച്ച് വെള്ളം കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിരുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും കേട്ടോ. ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലെവലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ പേസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ പേസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം. ബിരിയാണി മസാലയുടെ മിക്സ്, റേസിൻസ്, മല്ലിയിലയുടെ തണ്ട് മാത്രം, മല്ലിയില, പിന്നെ ഒരു ചെറിയ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലുതാണെങ്കിൽ 2-3 തക്കാളി എടുത്താൽ മതി കേട്ടോ. സവാള ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട് വലുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫുള്ളാക്കി ക്രിസ്പി ഫ്രൈ ആക്കുന്നില്ല. ഏകദേശം ഇതാകുമ്പോൾ കുറച്ച് തിക്കായിരിക്കണം കേട്ടോ. നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കാം. അതേ വെളിച്ചെണ്ണ തന്നെ നമ്മൾ സവാള വറുത്തില്ലേ, ആ വെളിച്ചെണ്ണ തന്നെ അതിനകത്തേക്ക് ഒഴിക്കുക. ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു ടീസ്പൂണ് ഗീ നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഓയിലൊന്നും ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മുടെ ബിരിയാണി മിക്സ് അറിയാലോ, തത്കോലം, കറുകപ്പട്ട, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ റേസിൻസ്, പിന്നെ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന സവാളയിലെ വറുത്ത സവാളയുടെ പകുതി അതിനകത്ത് ഇട്ടിട്ടാ. പകുതി നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റത്തെ പേസ്റ്റ് അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതൊരു 3 തവണ ട്രൈ ചെയ്തതാണ്. ഇത് 4ാമത്തെ തവണയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ തീർച്ചയായും നിങ്ങളിത് ടെസ്റ്റ് ചെയ്യണം. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ മിക്സ് ചെയ്തതുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലയുടെ തണ്ട് മാത്രം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളെ ചിക്കൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരി എടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ, അതേ ഗ്ലാസ്സിൽ ഒരു പകുതി ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ.
ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടച്ചു വേവിക്കാം. കുറച്ച് ഗ്രേവിയും കൂടി അതിനകത്ത് നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ രണ്ടാമത്തെ പേസ്റ്റ് റെഡിയാക്കിയില്ലേ, ആ ബൗളിലോട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മസാലയൊക്കെ നമുക്ക് ഇതിനകത്തെടുക്കാം. അപ്പോൾ നമുക്കിനി വെള്ളം ആഡ് ചെയ്യാൻ പോകണം. ഒരു ഗ്ലാസ് അരിയില്ല ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 1.5 ഗ്ലാസ് വെള്ളമല്ല ആഡ് ചെയ്യേണ്ടത്. ഒരു 1/2 ഗ്ലാസ് ആ മസാല മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി 1 ഗ്ലാസ് സെപ്പറേറ്റ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങ ചോറൊട്ടി പിടിക്കാൻ വേണ്ടി. ഉപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബേ ലീഫും കൂടി ഞാനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനൊന്ന് തിളപ്പിക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് പുതിന അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. ഇപ്പം ഏകദേശം ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫ്രൈഡ് ഓനിയൻ, കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ വിത്ത് മസാല ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്തേക്ക് മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ആവി കയറണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മല്ലിയില, ഫ്രൈഡ് ഓനിയൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗീയും കൂടി, അത് ഓപ്ഷനിലാണ്, ഞാൻ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് അതിനെ പറ്റിയൊരു സലാഡ് തയ്യാറാക്കാം. പച്ചമുളക്, സവാള, കുറച്ച് പുതിന കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ നല്ല തൈരിട്ടാ നമ്മളെ സലാഡ് റെഡിയാണ്. നമ്മളെ ചോറ് നല്ല മണം വന്നിട്ടുണ്ട്. ചോറ് നമ്മൾ റെഡിയാണ്. അപ്പം നമുക്കിതൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യുക. അപ്പം ആരും സമയം കളയണ്ട, ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വെറൈറ്റി അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.